ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസിന്റെ ഹർജി ഇന്ന് കോടതിയിൽ. ഹർജി പരിഗണിക്കുന്നത് എറണാകുളം സബ് കോടതി. ഭരണാധികാരിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് വാദം. ബൈലോ പ്രകാരം തനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് സാന്ദ്ര ഹർജിയിൽ. PC നിയമനത്തിൽ ഗവർണർക്കെതിരെ പോര് ഘടിപ്പിക്കാൻ സർക്കാർ. മന്ത്രിസഭായോഗം പാസാക്കിയ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാത്തത് സുപ്രീം കോടതിയെ അറിയിക്കും. ആയുധമാക്കുക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിനായി കൊണ്ടുവന്ന ഓർഡിനൻസ് അംഗീകരിക്കുന്നതിൽ വരുത്തുന്ന കാലതാമസം. ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിയമവിരുദ്ധമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ. ഒപ്പിടാത്തത് ഓർഡിനൻസ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമായതുകൊണ്ടെന്നും വാദം. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയതിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ. അടിയന്തര ലാൻഡിംഗ് നടത്തിയത് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്ന്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും വിശദീകരണം. വിമാനത്തിലുണ്ടായിരുന്നത് KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ എന്നിവരടക്കം 5 മലയാളി MP മാർ. എയർ ഇന്ത്യയുടെ വിശദീകരണം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള KC വേണുഗോപാലിന്റെ പോസ്റ്റിന് മറുപടിയായി. വോട്ടർപട്ടിക ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച് ഇന്ന് മാർച്ച് 11:30 പാർലമെന്റിൽ നിന്ന് ആരംഭിക്കും. 300ഓളം MP മാർ മാർച്ചിൽ പങ്കെടുക്കും. തുടർ പ്രതിഷേധ നടപടികൾ ചർച്ച ചെയ്യാൻ AICC ജനറൽ സെക്രട്ടറിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും യോഗം ഇന്ന്. കൊച്ചിയിൽ ദിവസങ്ങളായുള്ള കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായില്ല. തൈക്കൂടം കനാൽ റോഡിന് സമീപം 30ഓളം കുടുംബങ്ങൾക്ക് വെള്ളമില്ലാതായിട്ട് മാസങ്ങൾ. കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് വാട്ടർ ടാങ്കറുകളെ. തുടരുന്ന ക്ഷാമത്തിനിടെ കുടിവെള്ള പൈപ്പ് തുരുമ്പെടുത്ത് വെള്ളം പാഴായി പോകുന്നതായും പരാതി.